ഓണസദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് ഇഞ്ചി അച്ചാർ. ഇഞ്ചി അച്ചാർ തയ്യാറാക്കാം. 1 കിലോ ഇഞ്ചി ചെത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. അതിനുശേഷം പച്ചെണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. ഇത്രയും കനം കുറച്ച് അരിയണം. ഈ പരുവം. ചീനിച്ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചി അരിഞ്ഞിടാം. കുറച്ച് വീതം ഇട്ട് ഇളക്കി വറുത്ത് കോരിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിരുന്ന് വറുത്ത് കോരിയെടുക്കാം. ഇഞ്ചി മൂത്ത് പരുവായി വന്നിട്ടുണ്ട്. കോരി മാറ്റാം. ഈ എണ്ണയിൽ തന്നെ അടുത്തതും ഇട്ട് കൊടുക്കാം. ഒരു കിലോ ഇഞ്ചി 3 പ്രാവശ്യമായിട്ട് എണ്ണയിൽ വറുത്ത് കോരി എടുത്തതാണ്. $200 മില്ലി എണ്ണയാണ് നമ്മളെ 3 പ്രാവശ്യമായിട്ട് വറുത്ത് കോരി എടുക്കാൻ എടുത്തത്. ഇത്ര എണ്ണ കൊണ്ട് 3 പ്രാവശ്യമായിട്ട് ഇഞ്ചി വറുത്ത് കോരിയെടുത്തു. ഇത്രയും നല്ലെണ്ണ അധികം വന്നു. ഇത് നമുക്ക് ഇഞ്ചി അച്ചാറിടാനായിട്ട് ഉപയോഗിക്കാം. ഇഞ്ചി മൊത്തം വറുത്ത് കോരിയെടുത്തു. ഉണങ്ങിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഇഞ്ചി വറുത്തത് വെള്ളം ചേർക്കാതെ അരച്ചെടുത്തു. ഒരു പാത്രത്തിലോട്ട് മാറ്റാം. പതിനഞ്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. കുരു കളഞ്ഞ് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. ഈന്തപ്പഴം കുരു കളഞ്ഞ് അരച്ചെടുത്തു. കുറച്ച് പിഴുപുളി എടുത്തിട്ടുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് കുതിർക്കാനിടാം. കാൽ കപ്പ് വെളുത്തുള്ളി എടുത്ത് കനം കുറച്ച് അരിഞ്ഞെടുത്തു. ഇഞ്ചി വറുത്തെണ്ണ ചൂടാവാൻ വെച്ചു. കുറച്ചെണ്ണ മാറ്റിയിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം. എണ്ണ ചൂടായി വന്നു. കടുകിടാം. കടുക് പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി അരിഞ്ഞത് ഇടാം. വെളുത്തുള്ളി ഒന്ന് വഴന്നു വരുമ്പോൾ കുറച്ച് മുളക് പൊടി ഇടാം. ഞാനിവിടെ ഒരു 1/2 സ്പൂൺ മുളക് പൊടിയെ ചേർക്കുന്നുള്ളൂ. ഒരു 1/2 സ്പൂൺ ഉലുവാപ്പൊടി, ഒരു കട്ട കായം, ഒരു 5 വറ്റൽ മുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. വറ്റൽമുളക് ഇട്ട് ഇളക്കിയതിന് ശേഷം പുളിവെള്ളം ഒഴിക്കാം. ഈന്തപ്പഴം അരച്ചത് ചേർക്കാം.
ഈന്തപ്പഴം ചേർത്ത് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതിനുശേഷം 1 സ്പൂൺ പഞ്ചസാര ചേർക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ മെയിൻ താരമായ ഇഞ്ചി വറുത്ത് അരച്ച അരപ്പ് ചേർക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് വിനീഗർ ചേർക്കാം. വിനീഗർ ചേർത്ത് ഇളക്കി ലൂസാക്കാം. ഇനി നമ്മൾ മാറ്റിവെച്ച എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സൂപ്പർ ടേസ്റ്റിയായ ഇഞ്ചി അച്ചാർ റെഡി. തണുത്തതിന് ശേഷം കുറച്ച് വിനീഗർ കൂടി ചേർത്തിളക്കി ലൂസാക്കാം. നല്ല ടേസ്റ്റിയായ ഈന്തപ്പഴം ഇഞ്ചി അച്ചാർ. ഈന്തപ്പഴം വേണ്ടാത്തവർക്ക് ഒഴിവാക്കി തയ്യാറാക്കാം. നമ്മുടെ കൂട്ടുകാരെ ഓണത്തിന് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.